Good afternoon, children. All of you take your textbook. എന്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച അക്ഷരം യാ. യാസേ യതി, യാസേ യന്ത്ര, യാസേ യജ്ഞ്. കുറേ പേര് വായിച്ചു അല്ലേ? ബാക്കിയുള്ളവർക്ക് ഇപ്പം അവസരം തരാം. ഇപ്പം യാ കഴിഞ്ഞ അടുത്ത അക്ഷരം രാ. നെക്സ്റ്റ് രാ. എന്താണ് രാ? രാസേ രബഡ്, രാസേ രഥ്, രാസേ രവി. എന്താ രബഡ് എന്ന് പറഞ്ഞാല്? രാസേ രബഡ്. രബഡ് എന്ന് പറഞ്ഞ ഇറേസർ. നമ്മള് റബ്ബർ ഇല്ലേ, റബ്ബർ എന്ന് പറയല്ലേ മലയാളത്തില്? മായ്ക്കാൻ ഉപയോഗിക്കുന്ന ഇറേസർ ആണ് രബഡ്. രാസേ രഥ്. രഥ് എന്ന് പറഞ്ഞ എന്താണ്? ചാരിയോട്ട് അല്ലെ? രഥം. പണ്ട് കാലത്തൊക്കെ ബസ്സും കാറും ജീപ്പും ഒന്നും ഇല്ല അല്ലെ? സ്കൂട്ടി ഒന്നും ഇല്ല. പണ്ട് കാലത്ത് എങ്ങനെയാ പോകുന്നത്? രാജാക്കന്മാരൊക്കെ രഥത്തിലാണ് പോകുന്നത് അല്ലെ? അതെ. പിന്നെന്തായിരുന്നു? കാളവണ്ടി ഉണ്ടായിരുന്നു അല്ലെ? അങ്ങനെയൊക്കെയായിരുന്നു. അപ്പം ഇവിടെ നമുക്ക് രഥത്തിനെ കുറിച്ചാണ് പഠിക്കുന്നത്. രാസേ രവി. ആരാണ് രവി? രവി എന്ന് പറഞ്ഞാല് സൺ. ക്രിസ്റ്റി ബുക്കൊക്കെ പറിച്ച് കീറി എടുത്തിട്ട് പോയോ അവൻ? സ്കൂളിലോട്ട് വരട്ടെ അല്ലേ? രാസേ രവി. എന്താണ് രവി? രവി എന്ന് പറഞ്ഞ ആരാണ്? സൺ, സൂര്യൻ. സൂര്യന്റെ വേറൊരു പേരാണ് രവി അല്ലെ? മലയാളത്തില് രവി എന്ന് പറയും, സൂര്യൻ എന്ന് പറയും. സൂര്യന് കുറേ വാക്കുകളുണ്ട്. നിങ്ങൾക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇപ്പൊ നിങ്ങൾ സൂര്യന്റെ ഹിന്ദി വേർഡ് പഠിച്ചാൽ മതി. എന്താണ് രവി? രാസേ രവി. ലിസൺ ഹിയർ. വേഗം പഠിച്ചിട്ട് നമുക്ക് ചോറിനാൻ പോവാം. പെട്ടെന്ന് പഠിച്ചോ. രാസേ രബഡ്, രാസേ രഥ്, രാസേ രവി. വൺസ് മോർ. രാസേ രബഡ്. നസീം മുഹമ്മദ് എന്ത് ചെയ്യും അവിടെ? രാസേ രബഡ്, രാസേ രഥ്. സമജ്ഞ എവിടെ പോയി? ദേവപ്രിയെ എന്റെ ക്ലാസ്സിൽ ഇരിക്കുന്നില്ലേ? രാസേ രവി. വൺസ് മോർ. ലിസൺ ഹിയർ. രാസേ രബഡ്. All of you say. രാസേ രഥ്, രാസേ രവി. യാസേ യതി. പേജ് മറിച്ച് ഒന്ന്. യാസേ യതി, യാസേ യന്ത്ര, യാസേ യജ്ഞ. രാ. രാസേ രബഡ്, രാസേ രഥ്, രാസേ രവി. ഓക്കെ, നമുക്ക് രണ്ട് ലെറ്റേഴ്സ് ഇന്ന് പഠിച്ചു അല്ലെ ഹിന്ദിയില്? യാ, രാ. ഇനിയിപ്പോ ഈ രാ എങ്ങനെ എഴുതും? ഇപ്പൊ നോക്കണ്ടേ എങ്ങനെയാ രാന്ന് എഴുതുകാന്ന്? എല്ലാരും അക്ഷരദീപം എടുത്തു വെച്ചേ. മിസ്സിന് ഈ ലാപ്ടോപ്പിൽ അത് എഴുതിയ ലെറ്റേഴ്സ് ശരിയാവുന്നില്ല. എന്നിട്ട് മിസ് എഴുതി കൊണ്ടുവരിക ചെയ്യുന്നത്. ആ പേജ് കാണണ്ടേ? അക്ഷരദീപം എടുത്ത് ഇന്ന് ഡേറ്റ് ഇട്ട് എല്ലാവരും. യാ എഴുതിയല്ലേ നമ്മള്? യാ എഴുതി. അടുത്തത് രാ. എങ്ങനെയാ രാ എഴുതുക? ഇവിടെ ശ്രദ്ധിച്ചേ. ഇങ്ങനെയാണ് രാ എഴുതേണ്ടത്. തുടങ്ങേണ്ടത് ഇങ്ങനെയാണ്. ലിസൺ. ഇങ്ങനെ എഴുതി താഴോട്ട് വരച്ചു. ലാസ്റ്റ് മുകളിലും ഒരു വര കൊടുക്കും. ഇതാണ് രാ. കണ്ടോ? മലയാളത്തിൽ എഴുതിയ രാ ഇതാണ്. ഹിന്ദിയിൽ എങ്ങനെ തുടങ്ങും? ആദ്യം ഫസ്റ്റ്
ഇങ്ങനെ ചെറുതായിട്ട് വരയ്ക്കുക. രണ്ടാമത് താഴോട്ട് വരയ്ക്കുക. ചെരിഞ്ഞിട്ടൊരു വര കൊടുത്താൽ മതി. നമ്മൾ 2 എഴുതുന്ന പോലെ അല്ല. ആദ്യം കുഞ്ഞതായിട്ട് വരയ്ക്കുക. രണ്ടാമത് അതിനൊരു താഴോട്ട് ചെരിഞ്ഞിട്ടൊരു വര കൊടുക്കുക. മൂന്നാമതായിട്ട് മുകളിലും വരയ്ക്കുക. രാ. എന്താണ്? രാ. സമജ്ഞ ദേവപ്രിയ എഴുതുന്നില്ല? രാ. രാ. ഏതാണ്? അക്ഷരദീപത്തിലെ ഫസ്റ്റ് ലൈനിന് മാത്രം നിങ്ങൾ ഇപ്പൊ എഴുതുക. ബാക്കി ഹോംവർക്ക് തരാം. അല്ലെങ്കിൽ കുട്ടികൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഇരുന്ന് എഴുതാം. രാ സേ രബർ, രാ സേ രഥ്, രാ സേ രവി. നിങ്ങൾ രാന്ന് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിങ്ങനെയാണ് പറയേണ്ടത്. എങ്ങനെയാണ്? രാ സേ രബർ, രാ സേ രഥ്, രാ സേ രവി. ഓക്കെ. നിങ്ങൾ ഉച്ചയ്ക്ക് ഉറങ്ങാറുണ്ടോ? ചോറ് കഴിച്ചിട്ട് കുറച്ചു നേരം ഉറങ്ങുമോ? കുറെ പേര് ഇല്ലാന്ന് കാണിക്കുന്നുണ്ട്. 12 മണി വരെ നമ്മൾ ഉറങ്ങില്ല അല്ലെ? രാത്രി 12 മണിയായാലും നമ്മൾ ഉറങ്ങാറില്ല. പിന്നെയാണ് ഉച്ചയ്ക്ക് നമ്മൾ കുറച്ചു നേരം ഉറങ്ങണം. നമ്മൾ UKG അല്ലേ എത്തിയുള്ളൂ. ആകെ 5 വയസ്സേ ആയിട്ടുള്ളൂ. എഡ്വിൻ എഴുതിയിട്ടുണ്ട്. മിടുക്കൻ. രാ. ഇന്നിപ്പോ എന്താ ചെയ്യണ്ടേ? നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമുക്ക് അന്നപ്പോ ക്ലാസ് ഉണ്ടോ? ക്ലാസ് ഉണ്ടെങ്കിൽ ഉറങ്ങണ്ട കേട്ടോ. കുറച്ചു നേരമൊക്കെ നമുക്ക് കുറച്ച് ഉറങ്ങാം. ഒരു അരമണിക്കൂറൊക്കെ ഉറങ്ങിയാൽ നല്ല എനർജി ആവും. പാർവണ മിടുക്കി. അപ്പൊ ഒന്ന് വായിച്ചു കേൾക്കണല്ലോ നേരത്തെ വായിക്കാത്തവര്. ഇപ്പൊ എന്താ ചെയ്യണ്ടേ? നോട്ട് ബുക്കിൽ നിങ്ങൾ യാ ഒരു ഹാഫ് പേജ് എഴുതിയാൽ മതി പറഞ്ഞു. അതിന്റെ ഹാഫ് ആയിട്ട് രാ എഴുതണം. യാ രാ. സാധാരണ സ്കൂളിൽ നിന്നാണെങ്കിണ്ടല്ലോ മിസ് ഒരു പേജ് ഒക്കെ എഴുതിക്കും. ഇപ്പൊ നിങ്ങൾക്ക് അമ്മയ്ക്കല്ലേ പണി കൂടുതലേ, അതുകൊണ്ട് ഒരു പകുതി എഴുതിയാൽ മതി. നിങ്ങൾ നല്ല കുട്ടികളല്ലേ, പറഞ്ഞ അതുപോലെ അനുസരിക്കുന്നവരല്ലേ, എനിക്കറിയാം. പാർവണ കണ്ടു മോളെ. ഇപ്പൊ എന്താ ചെയ്യണ്ടേ? യാ എഴുതുക. ഒരു 5 പ്രാവശ്യം ഫസ്റ്റ് ലൈനിൽ എഴുതുക. എന്നിട്ട് താഴോട്ട് ലൈൻ വരച്ചു തരാൻ പറയാം അമ്മയോട്. എന്നിട്ട് ഒരു ഹാഫ് പേജ്, ആ പേജിന്റെ ഒരു പകുതി യാ എഴുതുക, പകുതി രായും എഴുതുക. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഓരോ പേജ് എഴുതുക. ഹിന്ദിയുടെ നോട്ട് ബുക്ക് തീർന്നോ നിങ്ങൾക്ക്? 2 ലൈൻ കോപ്പി തീർന്നോ? ഇല്ല അല്ലെ? ഫുള്ള് എഴുതി കഴിയുമ്പോ ഫുള്ള് തീരും. ആ ബുക്ക് ഫുള്ള് നമ്മൾ എഴുതും. അപ്പം യായും രായും ഒറ്റ പേജിൽ എഴുതാൻ പറഞ്ഞു. പിന്നെന്താണ്? അക്ഷരദീപത്തിൽ അത് ഫുള്ളായിട്ട് എഴുതണം. ഇപ്പൊ ഇത് എപ്പോ എഴുതി കാണിക്കും? രാവിലത്തെ വർക്ക് എല്ലാവരും എഴുതി കഴിഞ്ഞില്ലേ? ബാക്കിയുള്ളത് ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഒരു കുഞ്ഞു ഉറക്കമൊക്കെ കഴിഞ്ഞാല് വീണ്ടും എനർജി ആയി അല്ലേ? വൈകുന്നേരം ആകുമ്പം ബാക്കി കൂടി എഴുതാം. അപ്പൊ തീർന്നു. ഇന്ന് തന്നെ പണി കഴിഞ്ഞു. ഇനി അടുത്ത വെനസ്ഡേ ആവാനൊന്നും കാത്തു നിൽക്കണ്ട. ഇന്ന് തന്നെ നമ്മൾ എഴുതി കഴിഞ്ഞു. ഇന്ന് എഴുതി ഹോംവർക്ക്, കഴിഞ്ഞ ആഴ്ചത്തെ ഹോംവർക്ക് ഇന്ന് ഇട്ടവരുണ്ട്. ഞാൻ പേര് വായിക്കണോ? വേണ്ട അല്ലേ? നാണക്കേടാ. ഇന്ന് പറഞ്ഞ കാര്യം ഇന്ന് തന്നെ ചെയ്യണം കേട്ടോ. നമ്മള് മോശം കുട്ടികളായിപ്പോ. നമ്മള് അവിടെ പെൻഡിങ് ആയാല് നമ്മൾ വർക്കൊക്കെ ചെയ്യാതെ അവിടെ വെച്ചാല് നമ്മളെല്ലാരും മോശം എന്ന് പറയും. നല്ല കുട്ടികളല്ലാന്ന് പറയില്ലേ? അത് വേണ്ട. മിസ് പറഞ്ഞ പാടെ കേൾക്കണം കേട്ടോ. അപ്പൊ ഇന്ന് പഠിച്ച കാര്യം ഒന്ന് വായിച്ചു കേൾപ്പിക്കാലോ. കഴിഞ്ഞ ക്ലാസ്സിൽ സമജ്ഞ ദേവപ്രിയ. ഫസ്റ്റ് ദേവപ്രിയ അൺമ്യൂട്ട് ചെയ്യേ. ഓക്കെ. ആരാ ഫസ്റ്റ് വായിക്കുന്നേ? ആരാണ് ഫസ്റ്റ് വായിക്കുന്നേ? സമജ്ഞയാണോ ദേവപ്രിയാണോ ഫസ്റ്റ് വായിക്കുന്നേ? ആരായാലും കുഴപ്പമില്ല, ആരായാലും വായിച്ചോ. ഇന്ന് പഠിച്ച കാര്യം വായിച്ചേ. രാസേ രബർ രഥ്
രവി. ഓക്കെ, വെരി ഗുഡ്. സമജ്ഞ യാസെ. രവി. യന്ത്ര യജ്ഞ. ഓക്കെ, എവിടെ അവിടെ അമ്മ ഉണ്ടാവും അല്ലെ? അമ്മയുടെ മുഖത്ത് നോക്കിട്ട് വായിക്കുന്നതായിരിക്കും. ശരിയല്ലേ? എനിക്കറിയാം, ഞാൻ കണ്ടു. പാർവണക്കുട്ടിയെ, ഡോൺ ബൈറ്റ് യുവർ പെൻസിൽ. എഴുതിക്കോ. സമജ്ഞ ദേവപ്രിയ അക്ഷരദീപത്തിൽ എഴുതിക്കോ. ഓക്കെ, പാർവണ. വായിച്ചോ. രാസേരബൾ. രാസേരത്. രവി. Okay, then write your Akshardev. Gauri Nanda. രവി. ഓക്കെ, വെരി ഗുഡ്. ആരവിടെ വഴക്കുണ്ടാക്കുന്നേ? അപ്പൂസാണോ? അനിയനാ? അനിയൻകുട്ടനാ. ചോട്ടാബായി അല്ലേ? ചോട്ടാബായി എന്ന് പറയാം അനിയൻകുട്ടന്. എഡ്വിൻ. ഇതെന്താ സമജ്ഞയും ദേവപ്രിയ ഹാൻഡ്സപ്പ് ആയിട്ട് നിൽക്കുന്നേ? എന്തേ? എഡ്വിനെ, മോനെ ഒരു മിനിറ്റ്. എന്താ കൊണ്ടുവന്നില്ലേ? ഇപ്പം സമജ്ഞ എഴുതുന്നുണ്ടോ നോക്കിക്കോ. സമജ്ഞയോട് എഴുതാൻ പറഞ്ഞേ. ദേവപ്രിയ ശ്രദ്ധിക്കണം അവൾ എഴുതുന്നുണ്ടോന്ന്. ഓക്കെ, എഡ്വിൻ. രബൾ. രാസേരബൾ, രാസേരത്, രാസേരവി. എഡ്വിന് റേഞ്ചിന്റെ പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ എഡ്വിൻ. ക്രിസ്റ്റോ ജോൺ. കവിക എഴുതിയ മോളെ. ഓക്കെ, അക്ഷരദീപത്തിൽ എഴുതി തുടങ്ങിക്കോ. ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. എന്നാ ക്രിസ്റ്റോ, അമ്മ എന്തിനാ വഴക്ക് പറയുന്ന കുഞ്ഞിനെ? എഴുതാൻ പറഞ്ഞാ ഭയങ്കര മടി, കളിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ആണോ ക്രിസ്റ്റോ? ഡോണ്ട് ബൈറ്റ് യുവർ പെൻസിൽ. ക്രിസ്റ്റോ, അമ്മ പറയുന്ന അനുസരിക്കണം. നമ്മൾ കളിക്കണം അല്ലെ? പഠിച്ചതിന് ശേഷം നമ്മൾ കളിക്കണം. ക്രിസ്റ്റോ ഹോംവർക്ക് ചെയ്തിട്ടോ രാവിലത്തെ? ഇല്ല. ഇട്ടില്ല? ഞാൻ ഇന്ന് അജിത് സാറിനോട് പറയുന്നുണ്ട്. സാറ് വൈകുന്നേരം ആകുമ്പോഴേക്കും അവിടെ എത്തും. ഓക്കെ, അപ്പൊ ഇപ്പൊ തന്നെ ഈ ക്ലാസ് കഴിഞ്ഞാൽ ഫുഡ് കഴിച്ചില്ലെങ്കിൽ പെട്ടെന്ന് കഴിക്കുക. എന്നിട്ട് ഈ ഹോംവർക്ക് പെട്ടെന്ന് ചെയ്തിടുക. രണ്ടും ചെയ്തോളണം ക്രിസ്റ്റോ, ഇല്ലെങ്കിൽ ഞാൻ സാറിനെയും കൂട്ടി വരും. ക്രിസ്റ്റോ വായിച്ചേ. രാസേരബൾ, രാസേരത്, രാസേരവി. അങ്ങനെ വായിക്കണം കേട്ടോ. അവിടെ ഇരുന്ന് എഴുതിക്കോ. മിസ് ഇവിടെ മോനെ ശ്രദ്ധിക്കുന്നുണ്ട്. എഴുതിക്കോ. ക്രിസ്റ്റി.
അമ്മയില്ലേ അടുത്ത്? അൺമ്യൂട്ട് ചെയ്താ മതി മോനെ. അമ്മ വരണോ? വായിച്ചോ? വെരി ഗുഡ്. ഭവിക, ക്രിസ്റ്റി, then write fast. Very good. Ishan. Ra se rabat, ra se ravi, ra se rad. Okay. Avedya. Nase Rabbit. Rase rabbit. Rase rabbit. Rase rabbit. Rase rabba. Rase Ravi. Ravi. ദേവപ്രിയ, സാമ്പജ്ഞ എഴുതുന്നില്ലേ? ഞാൻ ആരെയാ ഏൽപ്പിച്ചത്? നീ എവിടെ പോവാ? നഹില ഫാത്തിമ, ഗോഡ്വിൻ എവിടെ ശ്രദ്ധിക്കുന്ന മോളെ? ഗോഡ്വിൻ പിന്നെ വായിപ്പിച്ചോ? ഗോഡ്വിൻ. അവേദ്യ, അമ്മ എന്തിനാ വഴക്ക് പറഞ്ഞേ? മോള് വായിച്ചെന്ന് പറഞ്ഞോ? നന്നായിട്ട് വായിച്ചു. എന്നാണ് വായിക്കുന്നത്. ധനലക്ഷ്മി, വെരി ഗുഡ്. ഗോഡ്വിൻ, റൈറ്റ്. ധനലക്ഷ്മി. വെരി ഗുഡ്. പാർവണ. രവി. ഓക്കെ, വെരി ഗുഡ്. അഭിരാമി. അഭിരാമി സജിത്. വായിച്ചോളൂ. അഭിരാമി വായിക്കേ. രാസേ രബഡ്. റബ്ബർ എന്നല്ല, രബഡ്. രബഡ്. രവി. ആരോമൽ. അഭിരാമി, വെരി ഗുഡ്. ആരോമൽ. യാസേയതി. യാസേയന്ദ്ര.
യജ്ഞ്. Ni. രാ സേ രബഡ്. Raserebat. രാസേരത് Raserat. രാസേരവി രാ സേ രവി. Raserevi. ഓക്കെ ഗുഡ്. അനയ റോസിന് എന്താണ് എഴുതാൻ മടിയുണ്ടോ? ഉണ്ടോ? അമ്മേനെ അൺമ്യൂട്ട് ചെയ്തേ, എനിക്ക് കേൾക്കണം എന്താ പറയുന്നത്. കുഞ്ഞാവ ഒറ്റയ്ക്ക് ചോറ് വാരി കഴിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. കുഞ്ഞു വാവയില്ല അവൻ. അമ്മ പോട്ടെ. അനിയ റോസിന് എന്താണ് ഹോംവർക്ക് ചെയ്യാൻ മടിയാണോ? ഒന്നും പറഞ്ഞാൽ കേൾക്കുന്നില്ലേ? എഴുതാൻ മടിയാ നോക്ക്. നോക്കിയ അനയ ക്രിസ്റ്റി എഴുതിയിരിക്കുന്നു. നോക്കിയ ക്രിസ്റ്റി ഫുള്ള് തീർത്തു അക്ഷരദീപം. അനയ റോസ് ഇങ്ങനെ ആയാൽ ശരിയാവില്ല. പെട്ടെന്ന് എഴുതണം കേട്ടോ. അമ്മയ്ക്ക് കുഞ്ഞാവനെ നോക്കണ്ടേ? കുഞ്ഞാവ ചെറുതല്ലേ, അവൻ ഒറ്റയ്ക്ക് കഴിക്കുമ്പം ശ്രദ്ധിക്കണ്ടേ? നോക്കോ അനിയ വായിച്ചേ. രാസേ രബൾ. രാസേ രഥ്. രഥ്. രാസേ രവി. നസീം. നസീം മുഹമ്മദ്. സാമജ്ഞ. എനിക്ക് നല്ല മുടിയായല്ലോ. നല്ല മുടിയുണ്ടല്ലോ, 2 വശത്തും കെട്ടി വെക്കാൻ നല്ല ഭംഗിയുണ്ട് കാണാൻ അല്ലേ? ദേവപ്രിയ. ദേവപ്രിയയുടെ മുടി വെക്കി ഇവിടെ നല്ല രസമുണ്ട്, ഫ്ലവർ വേസ്. എന്തേലും പറയാനുണ്ടോ? നസീം റെഡി ആയിട്ടിരിക്കുക. നമുക്ക് ലാസ്റ്റ് പറയാട്ടോ. നസീം വായിച്ചോ. Raseraban. Raserat. Surian. രാസേ രവി. Raserevi. രാസേ രവി. ഓക്കെ. ഇനി ആരെയാണ് മിസ് വിളിക്കേണ്ടത്? എന്നെ വിളിക്കൂ എന്ന് പറഞ്ഞിട്ടൊന്ന് കൈ ഉയർത്താമോ? ആര്? അലൻ ജോസഫ്. അലോൺ. അലോൺ. Raserabat. Raserevi. രവി. നിങ്ങൾക്ക് ബോറടിക്കാൻ തുടങ്ങിയോ? വിശക്കാൻ തുടങ്ങിയോ? ആന്ന്. ക്ലാസ് വൈൻഡപ്പ് ചെയ്യട്ടെ? നോന്ന് പറയുന്നുണ്ട്. അനയ മാത്രം യെസ് പറഞ്ഞു. അനയ നല്ല മടിയുണ്ട് നിനക്കല്ലേ? സമജ്ഞയ്ക്കും ദേവപ്രിയക്കും എന്തോ മിസ്സിനോട് പറയാനുണ്ട്. ഒന്ന് കേൾക്കാം നമുക്ക് എല്ലാവർക്കും. എന്താണ്? ഇപ്പൊ ക്ലാസ് വൈൻഡപ്പ് ചെയ്യണ്ട. നിങ്ങൾ രണ്ടുപേരും അടി കൂടുവോ? അടി കൂടിയാൽ കുഴപ്പമില്ല, പക്ഷെ പെട്ടെന്ന് പിടക്കം മാറ്റണം കേട്ടോ. ഞാനിപ്പോ പോകുന്നില്ല. നിങ്ങൾക്ക് വിശക്കുന്നില്ല എന്നല്ലേ പറഞ്ഞത്? കുറച്ച് കഴിഞ്ഞ് നമുക്ക് ഭക്ഷണം കഴിക്കാം കേട്ടോ. എത്രയും സമയം എടുക്കുമായിരുന്നു നിങ്ങള്? ഓക്കെ. ധ്യാനെ വായിപ്പിച്ചിട്ടില്ല. ധ്യാൻ. അഞ്ച് മിനിറ്റ് എടുത്തിട്ട് വിടാം കേട്ടോ. ധ്യാൻ റേഞ്ചിന്റെ പ്രശ്നം ഉണ്ടല്ലോ, സ്റ്റക്കായിട്ടിരിക്കുക. ഇനി ആരെയാണ് മിസ് വിളിക്കാത്തത്? അവേദ്യ വായിച്ചില്ല. അവേദ്യ ഡോണ്ട് ബൈറ്റ് യുവർ പെൻസിൽ. നമുക്ക് എന്താ ഈ പെൻസിൽ കടിച്ച് എന്താണ് പ്രശ്നം എന്നറിയോ? അതുപോലെ അഭിരാമിയുടെ വായിലും പെൻസിലാ. ഇത് എന്തിനാ നിങ്ങൾക്ക് ചോറുണ്ടോ അവിടെ? പെൻസിലിൽ എന്നാ വിശപ്പ് മാറുവോ? ഈ പെൻസിലിന്റെ അകത്ത് കണ്ട നമ്മൾ എഴുതുന്ന ഒരു സാധനം ഇല്ലേ, ഒരു കറുത്തിട്ട്
ആ സാധനം നമ്മുടെ വയറിനകത്ത് പോയാലുണ്ടല്ലോ നമുക്ക് വയറ് വേദനിക്കും. വയറ് വേദനിച്ച എന്താ പ്രശ്നം? ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ഹോസ്പിറ്റലിൽ പോയാൽ എന്താ കിട്ടുക? നമുക്ക് ഇഞ്ചക്ഷൻ കിട്ടും. അത് ഇഷ്ടമാണോ? നോ, അത് ഇഷ്ടമല്ലതാനും. പിന്നെ വയറ് വേദന എടുത്ത് നമ്മൾ കരയുകയും ചെയ്യും, അല്ലേ? അപ്പൊ പെൻസിൽ കടിക്കോ ഇനി? പെൻസിൽ കടിക്കാൻ പാടില്ല. പെൻസിൽ കടിച്ചാൽ നമുക്ക് അതിന്റെ ആ അകത്തുള്ള ആ കറുത്ത സാധനം വയറ്റിലോട്ട് പോയാല് വയറ് വേദനിക്കും. ഓക്കെ, എന്നാ മിസ് വൈൻഡപ്പ് ചെയ്തേക്കാം ക്ലാസ്. ബോറടിച്ചിരിക്കുക കുട്ടികൾ, വിശന്നിരിക്കുവാണ് എന്തോ ഒരു ഇത്. വേണ്ടാന്ന് പറയുന്നുണ്ട്. അന്ന ഗ്രേസ് വായിച്ചിട്ടില്ലേ? അവളെയും കൂടെ വായിപ്പിക്കും. എവിടെ അന്ന ഗ്രേസ്? വെർ ഈസ് അന്ന ഗ്രേസ്? Anna Grace, okay. Please unmute. Okay, that's it. Ravi, very good. ജിയോണ തെരേസ് ക്ലാസ്സിൽ വന്നിട്ടുണ്ടോ? ജിയോണ? നോ, ജിയോണ വായിച്ചിട്ടില്ല. നമുക്ക് അടുത്ത ക്ലാസ്സിൽ പിടിക്കാവുള്ളൂ, ഓക്കെ. ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാ, ഹോംവർക്ക് ചെയ്യാ, അക്ഷരദീപത്തിൽ എഴുതുക, നോട്ട് ബുക്കിൽ ഹാഫ് പേജ് ആയിട്ട് യായും രായും എഴുതുക. ഓക്കെ, ബൈ, സി യു. നമുക്ക് അടുത്ത വെനസ്ഡേ കാണാം. ഹോംവർക്ക് ഇന്ന് തന്നെ ചെയ്തിരണേ കേട്ടോ. ഓക്കെ, ബൈ. പോയി ഫുഡ് കഴിച്ചോ?